എനിക്കിപ്പോഴും അത്ഭുതം വിട്ടുമാറാത്തൊരു കാര്യം, ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്ന് വരെ അമ്മ അപ്പനോട് ഈ കാര്യം ചോദിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പരസ്പരം സ്നേഹിച്ചൊക്കെ അങ്ങോട്ട് കഴിഞ്ഞുകൂടി. ഞാൻ ഇടയ്ക്കൊക്കെ ആലീസിനോട് പറയും, എൻ്റെ അമ്മയുടെ ഒരു ക്ഷമ നിനക്ക് സ്വല്പം കിട്ടിയിരുന്നെങ്കിൽ എവിടെ. പക്ഷേ ഇങ്ങനൊരു കാര്യം കഴിഞ്ഞതോട് കൂടിയിട്ട് എനിക്കൊരു ഗുണം കിട്ടി. വേറൊന്നുമല്ല, അപ്പൻ്റെ ഈ സ്കൂളിലേക്കുള്ള വരവ് നിന്നു. ഇത് ഓരോ മാഷുമാരുടെയും ഓരോ ടീച്ചർമാരുടെ അടുത്ത് മോൻ്റെ കാര്യം എന്തായി, അവനെന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ സത്യസന്ധതയ്ക്ക് ഞാൻ 3-ാം വർഷവും ആ ക്ലാസ്സിൽ തോൽക്കും എന്ന് ഹെഡ് മിസ്സസിന് മനസ്സിലായപ്പോൾ ഹെഡ് മിസ്സസ് എൻ്റെ അപ്പനെ സ്വകാര്യമായിട്ടൊന്ന് വിളിച്ചു. ഇന്നസെന്റ് ഇത്തവണയും തോറ്റു. അവൻ അതേ വിധിച്ചിട്ടുള്ളൂ. 4-ാം കൊല്ലവും ഞങ്ങൾ എങ്ങനെ അവനെ ക്ലാസ്സിലിരുത്തുക? തോറ്റെന്ന് കരുതി പഠിപ്പ് നിർത്താൻ പറ്റുമോ ടീച്ചറെ? വേണ്ട, നിർത്തണ്ട. ഇവിടെ നിന്ന് മാറ്റി വേറെ സ്കൂളിൽ ചേർത്തൂടെ? 3 കൊല്ലം ഒരേ ക്ലാസ്സിൽ തോറ്റവന് ഏത് സ്കൂളിലാ ടീച്ചറെ അഡ്മിഷൻ കിട്ടുക? വേറെ ആരും അറിയണ്ട. TC വാങ്ങി പോകാമെങ്കിൽ ഞങ്ങൾ അവനെ ജയിപ്പിച്ചു വിട്ടേക്കാം. നേരായിട്ടും വലിയ ഉപകാരം. എടാ, നീ ജയിച്ചു. എന്റെ ഈശോയെ, എങ്ങനെ എന്റെപ്പാ? അതൊക്കെ ഞാൻ ഒപ്പിച്ചു. ജയിച്ചാൽ പുതിയ ക്ലാസ്സിൽ തൊട്ട് പഠിത്തത്തിൽ ബുദ്ധി ഉപയോഗിക്കാവുന്ന ദേ നീ അപ്പന് വാക്ക് തന്നാണ്. അത് ജയിച്ചാലല്ലേ, ഇത് ജയിപ്പിച്ചതല്ലേ. അതിന് ഇങ്ങനെ ജയിക്കുന്നത് തോക്കുന്നതിന് സമമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പന് പറ്റിയ മകനെന്നാണോ മകന് പറ്റിയ അപ്പനെന്നാണോ, എന്താണ് ഇവരെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ നടൻ അഗസ്റ്റിൻ്റെ കുട്ടികളെക്കുറിച്ച് ഇന്നസെൻ്റ് നടത്തിയ ഒരു ക്ഷേമാന്വേഷണത്തിൻ്റെ കഥ, അത് അഗസ്റ്റിൻ തന്നെ പറയട്ടെ. ഈ അടുത്തൊരു ദിവസം ഞാൻ രാത്രി ഇന്നസെൻ്റിനെ വിളിച്ചു ഫോണിൽ. ഷൂട്ടിങ് കഴിഞ്ഞ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പം ഒരു ദിവസം രാത്രി, അടുത്ത ദിവസം, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇങ്ങനെ സുഖം, വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ഞാൻ പറഞ്ഞു സുഖമാണ്. ചെറിയ മോളിപ്പോൾ എന്ത് ചെയ്യുന്നു? അവൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ പറഞ്ഞു അവളിപ്പം +1 തൃശ്ശൂരാണ്. തൃശ്ശൂർ അവിടെ ഹോസ്റ്റലാക്കി. ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ. മൂത്തവളോ? ഞാൻ പറഞ്ഞ് മൂത്തവൾ ബാംഗ്ലൂർ. അവൾ എന്തിനു പഠിക്കുന്നവൾ? ഞാൻ പറഞ്ഞു അവൾ MA ലിറ്ററേച്ചർ. ഒരു സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടാവാതെ ഇന്നസെൻ്റ് എന്നോട് ചോദിച്ചു, അപ്പം ഇതൊന്നും നിൻ്റെ കിടാങ്ങളല്ലേ? ഞാൻ ഒരച്ഛനോട് ഒരാൾ ഇങ്ങനെ ഇത് നിൻ്റെ മക്കളെയല്ലേ എന്ന് ചോദിക്കുമ്പം അതൊരു തെറ്റായ ചോദ്യമാണ്. പക്ഷേ ഞാനന്ന് ഒരുപാട് ചിരിച്ച്. കാരണം അത്രയ്ക്ക് മിടുക്കികളാണല്ലോ അവർ എന്ന് ഇത്രയും രസമായി പറയാൻ മറ്റാർക്കും പറ്റില്ല. അത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഇത്തരം സംഭവങ്ങൾ പറയാൻ ഇന്നസെൻ്റിന് മാത്രമേ കഴിയുള്ളൂ. ഇന്നസെൻ്റിന് ആണും പെണ്ണുമായിട്ട് ഒരു സന്തതിയുള്ളൂ. അയാളുടെ പേര് സോണറ്റ് എന്നാണ്. ഈ കുട്ടി പഠിക്കുന്ന കാലത്ത് നല്ല മിടുമിടുക്കനായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഏതാണ്ട് ഒരു ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് ലെവലിൽ പോയിക്കൊണ്ടിരുന്നു. നല്ല മാർക്കും വാങ്ങിച്ച് നന്നായിട്ട് പഠിക്കണ്ടായിരുന്നു. ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നസെൻ്റിനൊരു സംശയം, ഇതെന്ത് സംഭവിച്ചു ഇവന്? നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, അതായത് ഇന്നസെൻ്റ് മറ്റുള്ള ബ്രദേഴ്സിൻ്റെ പാരമ്പര്യമല്ല പറയണം, അവരെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്, ഇങ്ങനെ പല വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്. ഇന്നസെൻ്റിൻ്റെ കുടുംബത്തിൽ ഇന്നസെൻ്റ് മാത്രമേ ഉള്ളൂ അധികം പഠിക്കാത്തൊരു ഇത്. മറ്റുള്ളവരുടെ മക്കളും അതേമാതിരി നന്നായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നസെൻ്റ് വിചാരിച്ചു എൻ്റെ മകൻ എൻ്റെ മാതിരി തന്നെ ചില പാരമ്പര്യം പുലർത്തും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നേരെ വിരുദ്ധമായിട്ടുള്ള നിലയ്ക്ക് ഇവൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നസെൻ്റ് മറ്റുള്ള ആൾക്കാരെ കളിയാക്കാറുള്ള മാതിരി ഇന്നസെൻ്റിനെ ചില ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ഇതെന്ത് സംഭവിച്ചു ഇന്നസെൻ്റ്? ഈ പയ്യൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലത്തെ റിസൾട്ട് വന്നപ്പോൾ സോണറ്റ് തോറ്റു എന്നറിയുന്നത്. തോറ്റു എന്നറിയുമ്പോൾ സാധാരണ മാതാപിതാക്കൾക്കുണ്ടാവുന്നത് ഭയങ്കര വേദനയായിരിക്കും. പക്ഷേ ഇന്നസെൻ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നസെൻ്റിന് വലിയ ആഹ്ലാദമായി. കാരണം വെച്ചാൽ ഇവൻ എൻ്റെ പാരമ്പര്യം നിലനിർത്തി എന്നുള്ള ഒരു സംഭവം. ഇന്നസെൻ്റ് അന്നാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നും പറഞ്ഞ് സോണറ്റിൽ പ്രസാദിച്ചത്.
സ്വന്തം മകനെക്കുറിച്ച് ഇങ്ങനെ തമാശ മട്ടിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അഗസ്റ്റിൻ്റെ മക്കളെ കുറിച്ച് ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാണ് പറയാൻ പറ്റുക?